ഒരു രാഷ്ട്രീയ നിലപാട് എങ്ങനെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ? ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പണിയ വിഭാഗം എന്നുള്ള ഒരു സ്ഥാനാർത്ഥിയെ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിപ്പിക്കാൻ ഇടതു വലതു മുന്നണികൾ തയ്യാറാകണം. UDFിലാണ് ഞങ്ങൾക്ക് കൂടുതൽ പ്രതീക്ഷയുള്ളത്. കാരണം UDF ഇപ്പോൾ ജാനുവിൻ്റെ ഒരു പാർട്ടിയെ മുന്നണിയിലേക്ക് എടുക്കാൻ ചെയ്തിരിക്കുന്നു. അത് സ്വാഗതാർഹമാണ്. അപ്പോഴും പണിയ വിഭാഗത്തിനുള്ള പരിഗണന എന്ന് പറയുന്നത്, മുഖ്യ പരിഗണന എന്നുള്ളത് വളരെ പ്രസക്തമാണ്. വയനാട് ജില്ലയിലെ ട്രൈബൽ പോപ്പുലേഷനിൽ പ്രത്യേകിച്ചും 3 മണ്ഡലങ്ങളിലും ചിതറിക്കിടക്കുന്നതാണ് എങ്കിലും വളരെ എണ്ണത്തിൽ കൂടുതലൊരു കമ്മ്യൂണിറ്റിയാണ് പണിയ കമ്മ്യൂണിറ്റി. പണിയ, അടിയ, കാട്ടുനായ്ക്ക, വേട്ടക്കുറുമ തുടങ്ങിയവരെല്ലാം തന്നെ അതിപിന്നോക്കമാണ്. പക്ഷെ ഇതിലേറ്റവും എണ്ണത്തിൽ കൂടുതലൊരു കമ്മ്യൂണിറ്റി അത് സാമൂഹികവും സാംസ്കാരികവും രാഷ്ട്രീയവുമായി കഴിഞ്ഞ 2-3 ദശകമായി വളരെ മുന്നിലാണ് എല്ലാ രംഗങ്ങളിലും. ഒട്ടേറെ ആക്ടിവിസ്റ്റുകൾ അതിനകത്തുണ്ട്. മണിക്കുട്ടൻ പണിയനെ പോലുള്ള MBAക്കാരുണ്ട്. ലീലാ സന്തോഷിനെ പോലുള്ള ചലച്ചിത്രകാരികളുണ്ട് അതിനകത്ത്. വിനു ഗഡച്ചനെ പോലുള്ള സംഗീതജ്ഞന്മാരുണ്ട്. അങ്ങനെ വളരെ സമ്പന്നമാണത്. കഴിഞ്ഞ മുത്തങ്ങ സമരം മുതലുള്ള ഒരു ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ എല്ലാ ഭൂസമരങ്ങളിലും വയനാടിനെ പരിവർത്തനപ്പെടുത്തുന്നതിൽ മുൻനിരയിൽ നിൽക്കുന്ന കമ്മ്യൂണിറ്റികളാണിവർ. പക്ഷെ ഇത്തരത്തിലുള്ള മുന്നേറ്റം ഉണ്ടായിട്ടും തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ എണ്ണത്തിൽ കുറവുള്ള ചില പ്രബല കമ്മ്യൂണിറ്റികൾക്ക് മാത്രം സീറ്റ് നൽകുന്ന പൊതുരീതിയാണ് കഴിഞ്ഞ 10-60 വർഷമായി വയനാട്ടിൽ തുറന്നത്. ഒരു മണ്ഡലം മാത്രം ഉണ്ടായിരുന്നപ്പോഴും അതാണ് സ്ഥിതി. 2 മണ്ഡലം ഉണ്ടായപ്പോഴും സ്ഥിതിക്ക് മാറ്റം വന്നിട്ടില്ല. ഈ ഞാൻ പറഞ്ഞ പണിയാടിയ വിഭാഗങ്ങളോടുള്ള ഒരു അവഗണന ഈ പറയുന്ന ജനപ്രാതിനിധ്യത്തിൽ മാത്രമല്ല മറ്റ് പല മണ്ഡലങ്ങളിലുമുണ്ട്. തൊഴിൽ നൽകുന്നതിൽ, ഈവൻ പ്രൊമോട്ടർ നിയമനത്തിൽ പോലും അതിനൊരു മാറ്റം വരണം. അവരുടെ ശബ്ദം നിയമസഭകളിൽ ഉണ്ടാകണം. അപ്പം മാത്രമാണ് അവരുടെ വിഷയങ്ങൾക്കൊരു പരിഹാരമുണ്ടാകൂ. അതിന് പറ്റിയ സ്ഥാനാർത്ഥികളുണ്ട്. സോഷ്യൽ മീഡിയയിൽ തന്നെ മണിക്കുട്ടൻ പണിയൻ്റെ പേര് വളരെ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അദ്ദേഹം അതിന് അർഹനാണ്, യോഗ്യനാണ്. UDF അതിനകത്ത് പ്രഥമ പരിഗണന കൊടുക്കുന്നുള്ള പ്രതീക്ഷയാണ് നമുക്കുള്ളത്. ഇനി മറ്റേതെങ്കിലും മുന്നണി അങ്ങനെ ഇടതുപക്ഷ മുന്നണി സ്വീകരിക്കുകയാണ് എങ്കിലും അത് നല്ല കാര്യം തന്നെ. എന്തായാലും LDF UDF പ്രസ്ഥാനങ്ങൾ ഒരു മതേതര പ്രസ്ഥാനമായാണ് ഞങ്ങൾ പരിഗണിക്കുന്നത്. അവരിൽ നിന്നാണ് ഈ മാറ്റം ഉണ്ടാകേണ്ടത്. NDA മുന്നണിയിൽ പോകുന്നതിനോട് ഞങ്ങൾക്ക് വ്യക്തിപരമായും രാഷ്ട്രീയമായും യോജിപ്പില്ല. അവർ പക്ഷേ അതിന് തയ്യാറായിരിക്കാം. പക്ഷെ അത് ഗുണഫലമല്ല ഈ കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം ചെയ്യുക.